എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വിലയല്ലേ? നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിപ്പോയാൽ? അപ്പോൾ നമുക്കും ആഗ്രഹമില്ലേ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെ കഴിക്കണമെന്ന്? അപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും എയർ ഫ്രയർ ഉണ്ടാവണമെന്നില്ല അല്ലേ? എയർ ഫ്രയർ ഉള്ളവർക്ക് തന്നെ ചില സമയത്ത് ചിക്കനും ഫിഷും ഒന്നും ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ഇഷ്ടമാവില്ല. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, പാനിൽ തന്നെ നമ്മൾ എണ്ണയൊന്നും ഇല്ലാണ്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു മസാല മത്തി ഫ്രൈയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഐകാർഡിലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാധാരണ നിങ്ങൾ ചിക്കൻ പൊരിക്കാനായിട്ട് എന്തൊക്കെയാണോ തേച്ച് പിടിപ്പിച്ച് വെക്കുന്നത് അതൊക്കെ തന്നെ നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ വെച്ചോളുക. ഞാനിവിടെ ഒരു 10 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് ധൃതിയിലാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ പീസസ് നമ്മൾ ഈ മസാലയിലേക്കിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചിക്കനിൽ അവിടെയായിട്ട് കുറച്ച് ഫാറ്റ് ഉണ്ടാവും. അതൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട. ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കളയുക. ചെറുതായിട്ട് അവിടെ ഇരിക്കുന്ന ഒന്നും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട. അത് നമുക്ക് നല്ലതാണ് കേട്ടോ, ശരീരത്തിന് നല്ലതാണ്. നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാനും അത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ നേരെ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി കൊടുക്കുകയാണ്. എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. വെള്ളം നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഒറ്റ വിസിൽ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഒന്ന് അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പാനിൽ നമ്മൾ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ഈ ചിക്കൻ്റെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഫാറ്റ് കണ്ടൻറ്റ് അതിനകത്തുണ്ട്. ഓയിൽ പോലെ ഇങ്ങനെ ഉണ്ട്, ഒരു ഗ്ലേസിങ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ അത് നമ്മുടെ ചിക്കൻ്റെ തന്നെ ഫാറ്റ് ഇറങ്ങിയതാണ്. ആ ഫാറ്റിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. തീരെ ലോ ഫ്ലെയിം ഒന്നുമല്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് വറ്റുകയും ചെയ്യും. ചിക്കൻ വേവാനുള്ളത് വേവുകയും ചെയ്യും, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒട്ടും ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ്റെ ഫാറ്റിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഫാറ്റ് കണ്ടൻറ്റൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ആവശ്യത്തിന് മൊരിയിച്ചിങ്ങ് എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം, ഒരു നിർബന്ധവും ഇല്ല. നമ്മളിപ്പോൾ ഓൾറെഡി ഇത് ഫ്രൈ ചെയ്ത് 1/4 ഭാഗം ആയതാണ്. തിരിച്ചും മറിച്ചിട്ട് ബാക്കി ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. പിന്നെ വെളിച്ചെണ്ണയുടെ ഒരു മണം വേണമെന്നുള്ളൊരു മാത്രം ഒരു ടീസ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് ഡ്രോപ്പായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് നല്ലൊരു ഗുണമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ തിരിച്ചും മറിച്ച് വിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓയിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ തിരിച്ചും മറിച്ച് വിട്ട് മൊരിയിച്ചിങ്ങ് എടുത്താൽ മതി. ഒട്ടും ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വെളിച്ചെണ്ണയുടെ ഒരു മണം ഉണ്ടെങ്കിൽ നല്ലൊരു രുചിയാണല്ലോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മാത്രം, ആ കറിവേപ്പിലേക്കും വെളിച്ചെണ്ണയും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുത്താണ്. വേണ്ടിയവർ മാത്രം ഒഴിച്ചു കൊടുക്കുക. വേണ്ടാത്തവർ, വെളിച്ചെണ്ണ ഇല്ലാത്തവരും വെളിച്ചെണ്ണ വേണ്ടാത്തവരും ഇത് ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മൊരിയിച്ച് ആ ഫാറ്റിൽ തന്നെ മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. ഒട്ടും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒരുപാട് പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഡയറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്കിത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു മസാല മത്തി ഫ്രൈയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതും മസ്റ്റ് ട്രൈ ഐറ്റമാണ്, നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ ചിക്കൻ ഫ്രൈ കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും പറയുമോ എണ്ണയില്ലാതെ പൊരിച്ചെടുത്തതാണെന്ന്? അപ്പോൾ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.